ಅವರು ನಮ್ಮ ವೇದಿಕೆಯನ್ನು ಹಂಚಿಕೊಳ್ಳಲಿದ್ದಾರೆ. ಬಹುಮಾನപ്പെട്ട ಪಂದಲು ಸಾಹಿಬ್ ಅವರು നമ്മുടെ മുന്നിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി അൽ-ഫായിസീൻ ബില്ലാഹ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. വേദിയിലെ ഏറ്റവും ആദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, നമ്മുടെയൊക്കെ അഭിമാനമായ ആദരണീയനായ ഉസ്താദ് ത്വാക്ക അഹമ്മദ് മുസ്ലിയാരുടെ ഖാദി ആരോഹണ ചടങ്ങിൽ സംബന്ധിക്കുന്നതിനു വേണ്ടി വളരെ ആവേശപൂർവ്വം ഒരുമിച്ച് കൂടിയിട്ടുള്ള ബഹുമാന്യരായ രക്ഷിതാക്കളെ, യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഒട്ടേറെ പ്രഭാഷണങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞു. ഇനി നിങ്ങൾ കൂടുതൽ ആകാംക്ഷയോടുകൂടി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനായ ഡോക്ടർ സലീം നദ്വി വെളിയമ്പ്ര, മുഹമ്മദ് രാമന്തളി, ഇവർ രണ്ടുപേരും വളരെ വിശദീകരിച്ചുകൊണ്ട് ഇവിടെ ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എഫക്ഷൻ KVM ഡീസായിട്ട് അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവില്ല, ചിലപ്പോൾ അതുകൊണ്ടാണ്, നെറ്റിന്റെ പ്രോബ്ലം ആയിരിക്കാം. ഏതായാലും ഇൻഷാ അല്ലാഹ് അദ്ദേഹം ഇങ്ങോട്ട് വരും. നമ്മുടെ ലൈവ് അൽഹംദുലില്ലാഹ് കർണാടക ഉപ്പനങ്ങാടിയിൽ നിന്നും മഹാനായ ത്വാക്ക ഉസ്താദിന് 20ഓളം മഹല്ലുകളുടെ ഖാദി സ്ഥാനം ഏൽപ്പിക്കുന്ന ഒരു ചടങ്ങിലായിരുന്നു. അതിന്റെ ലൈവായിരുന്നു നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമില് ഇതുവരെ ഉണ്ടായിരുന്നത്. DC ആയതാണ്. ഇൻഷാ അല്ലാഹ് അദ്ദേഹം തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം. DC ആയത് അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് അദ്ദേഹം പുറത്താക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇങ്ങോട്ട് തന്നെ വരും. ഏതായാലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാപണ്ഡിതന്മാര്, ഷംസുദ്ദീൻ ഉസ്താദ് മൈക്കാണോ? ഷംസുദ്ദീൻ ഉസ്താദ് മൈക്ക് അടിക്കുന്ന ഷംസ് ഉസ്താദ് മൈക്ക് എടുക്കുന്നുണ്ടോ? ഇല്ലല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇൻഷാ അല്ലാഹ് പണ്ഡിതന്മാരെ ചോദ്യം ചെയ്യാൻ ഈ സമൂഹത്തിന്റെ മറ്റുള്ള ആളുകൾക്ക് ഒരിക്കലും കഴിയുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1500 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ച ആ ഇസ്ലാമിന്റെ തനതായ ശൈലിയാണ് ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തെരുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് ഇന്ത്യൻ സമയം 11:30 ഇന്ത്യൻ സമയം 11 മണിക്ക്
മുജാഹിദുകളുമായിട്ട് ഇസ്തിഗാസ എന്ന വിഷയത്തിൽ സംവാദം നടക്കാൻ പോവുകയാണ്. എല്ലാവരെയും അത് അറിയിക്കണം ഇൻഷാ അല്ലാഹ്. അത് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 11 മണിക്കാണ് മുജാഹിദുകളുമായി മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ആളുകളുമായി ഇസ്തിഗാസ എന്ന വിഷയത്തിൽ സംവാദം നടക്കാൻ പോകുന്നത്. നമ്മുടെ SKSFന്റെ ഇസ്തിഖാമ എന്ന ആദർശ സംഘടനയുടെ പ്രഗത്ഭരായ ഉസ്താദന്മാരാണ് നേതൃത്വം നൽകുക. ഇൻഷാ അല്ലാഹ് എല്ലാവരെയും ആ സമയത്ത് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ അതിന്റെ ലൈവ് ഉണ്ടായിരിക്കും. ഇൻഷാ അല്ലാഹ് എല്ലാവരെയും ആ സമയത്ത് നമ്മുടെ റൂമിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവരണം. ഫേസ്ബുക്കിലും മറ്റുള്ള എല്ലാ സോഷ്യൽ മീഡിയകളിലെയും അതിന്റെ പ്രചരണം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം. ഇൻഷാ അല്ലാഹ് അതൊരു വലിയ വിജയമായി തന്നെ ആയിരിക്കും. ഒരിക്കലും സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ മക്കൾ ഇന്ന് വരെ നടത്തിയ സംവാദങ്ങളിലോ വ്യവസ്ഥകളിലോ ഒന്നും മുട്ടുകുത്തേണ്ടി വന്നിട്ടില്ല. മുട്ടുകുത്തേണ്ടി വന്നവർ ഇന്നലെ നമ്മൾ കണ്ട്. ഇൻഷാ അല്ലാഹ് അതുപോലെയായിരിക്കും സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ മഹാപണ്ഡിതന്മാര്. മഹാപണ്ഡിതൻ ഇൻഷാ അല്ലാഹ് സെക്ഷൻ KVM അദ്ദേഹം നമ്മുടെ റൂമിലെത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഓക്കെ, അദ്ദേഹം വന്നിട്ടുണ്ട്. മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നിങ്ങളുടെ മുമ്പിൽ വളരെ വിനയാന്വിതമായി ഒരു കാര്യം സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഞങ്ങൾ പറയുന്നതാണ് യഥാർത്ഥ ദീനിന്റെ വഴി എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ മതസംഘടനകളുണ്ട്. എല്ലാവരും വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുബന്ധ പ്രമാണങ്ങളുമാണ് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് ഞങ്ങൾ പറയുന്ന വഴിയിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ സ്വർഗം ലഭിക്കൂ, ഇതാണ് യഥാർത്ഥ ദീനിന്റെ മാർഗം എന്ന് പ്രചരിപ്പിക്കാനും അത് ബോധ്യപ്പെടുത്താനും വിശ്വസിപ്പിക്കുവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നാം തിരിച്ചറിയേണ്ടത് സമസ്ത കേരള ജമിഅത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ പണ്ഡിത പ്രസ്ഥാനം നമുക്കിടയിൽ പ്രവർത്തനം തുടങ്ങിയിട്ട് 8.5 പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു. ഒരു നൂറ്റാണ്ടിനോളം പഴക്കമുള്ള ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിഅത്തുൽ ഉലമ. ഇത്രയും പഴക്കമുള്ള ധാരാളം മതസംഘടനകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മുജാഹിദ് സംഘടനയാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിലും മറ്റേതെങ്കിലും മതലേബലിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ പറയുന്നതാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ വാക്താക്കൾ, യഥാർത്ഥ ഇസ്ലാമിന്റെ ആദർശമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനകൾ ഏതാണെങ്കിലും അവർക്ക് 80, 50, 40, 25 വർഷത്തൊക്കെ പഴക്കമുണ്ടാകും. പക്ഷേ നാം ചിന്തിക്കേണ്ടത് ഇന്നുവരെ മതസംഘടന എന്ന ലേബലിൽ രംഗത്ത് വന്നുകൊണ്ട് ഞങ്ങളാണ് യഥാർത്ഥ ദീനിന്റെ വാക്താക്കൾ, അല്ലെങ്കിൽ ഞങ്ങൾ വിഭാവന ചെയ്യുന്നതാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ ആദർശം എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ള ഈ സംഘടനകൾക്കിടയിലെല്ലാം നിഷ്പക്ഷമായിട്ട് അന്വേഷിച്ചാൽ അറിയാം, സമസ്ത കേരള ജമിഅത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ പണ്ഡിത പ്രസ്ഥാനം അത് രൂപീകരിക്കപ്പെട്ട കാലം മുതൽ ഈ നിമിഷം വരെ ഇന്നുവരെ മതപരമായ കാര്യത്തിൽ ഈ സംഘടന പറഞ്ഞിട്ടുള്ള, ഇതിന്റെ നേതൃത്വം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പിൽക്കാലത്ത് മാറ്റി പറഞ്ഞു എന്ന് എതിരാളികൾക്ക് പോലും ആരോപണം ഉന്നയിക്കാൻ കഴിയാത്ത വിധം ദീനിന്റെ പ്രമാണങ്ങൾക്ക് വിധേയമായി മാത്രം ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുത്തു എന്നതാണ് സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ പ്രത്യേകത. മതപരമായ കാര്യത്തിൽ ഇന്നുവരെ സമസ്ത കേരള ജമിഅത്തുൽ ഉലമ പറഞ്ഞ ഒരു കാര്യം പിൽക്കാലത്ത് അവർ മാറ്റി പറഞ്ഞു എന്ന് എതിരാളികൾക്ക് പോലും ആരോപണം ഉന്നയിക്കാൻ കഴിയാത്ത വിധം സത്യസന്ധമായി ദീനിന്റെ പ്രമാണങ്ങൾക്ക് വിധേയമായി ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുക്കാൻ സാധിച്ചു എന്നത് സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ മാത്രം പ്രത്യേകതയാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു സംഘടനകളെക്കുറിച്ച് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ഇവിടെ നേരത്തെ മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇവിടെ 5 മുജാഹിദ് പ്രവർത്തകരെ കൊണ്ട് വലിയ ഭവിഷ്യത്തുണ്ടെങ്കിൽ അത് 5 മുജാഹിദ് പ്രവർത്തകരെ കൊണ്ടാവില്ല. അവരൊരു പക്ഷേ ജിന്നി വിഭാഗക്കാരായിരിക്കും. ജിന്നിന്റെ സഹായം കൂടി ഉണ്ടാവുമ്പോൾ കുറച്ചുകൂടെ ശല്യം കൂടും. കാരണം മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത് അവർക്കിടയിൽ ആശയപരമായ വിഭാഗീയത രൂക്ഷമായി എന്ന് മാത്രമല്ല, ഭിന്നിപ്പ് രൂക്ഷമായി എന്ന് മാത്രമല്ല, ഒരു കാലത്ത് പരമ്പരാഗതമായ സുന്നി സമൂഹത്തെ, ലക്ഷക്കണക്കിന് വരുന്ന സുന്നി സമൂഹത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ ശിർക്ക് ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരുന്ന ആ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആശയപരമായ വിഭാഗീയതയും ഭിന്നിപ്പും വളർന്നു വന്നപ്പോ അവർ തമ്മിൽ ഇപ്പോൾ ശിർക്കും കുഫറും ആരോപിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ദയനീയമായ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ദയനീയമായ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാലത്ത് മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം ഉമ്മത്തിനെ മുഖത്ത് നോക്കിയിട്ട് എന്തെല്ലാം ആക്ഷേപം ഉന്നയിച്ചിരുന്നുവോ ആ ആക്ഷേപമൊക്കെ പരസ്പരം ഉന്നയിക്കുന്ന ഒരു തലത്തിലേക്ക് ആ പ്രസ്ഥാനം ഛിന്ന ഭിന്നമായി കൊണ്ടിരിക്കുന്നു. അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരിവിടെ എന്ത് പ്രചരിപ്പിക്കാമെന്നവരാണ്? അവരിവിടെ സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസം തീർക്കാമെന്നവരല്ല.
ശാഖാപരമായ അഭിപ്രായ വ്യത്യാസം തീർക്കാൻ വന്നവരല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷയങ്ങൾ അന്വയിച്ചത്. അവരിവിടെ തൗഹീദ് പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വന്നത്. തൗഹീദ് പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വന്നത്. ശുദ്ധമായ തൗഹീദ് പ്രചരിപ്പിക്കാൻ വേണ്ടി വന്ന മുജാഹിദ് പ്രസ്ഥാനം. അവരിവിടെ പരമ്പരാഗതമായി നൂറ്റാണ്ടുകളായി മുസ്ലിം സമൂഹം ആചരിച്ച് അനുഷ്ഠിച്ചു വന്നിരുന്ന ഒരുപാട് നന്മകളെയും സുഹൃതങ്ങളെയും ആചാരങ്ങളെയും എല്ലാം ജീർണതയാണ്, അന്ധവിശ്വാസമാണ്, അനാചാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമുദായത്തിനെതിരെ ശിർക്ക് ആരോപിക്കാനും വേണ്ടി രംഗത്ത് വന്ന മുജാഹിദ് പ്രസ്ഥാനത്തിനിടയിൽ ആശയപരമായ ഭിന്നിപ്പും വിഭാഗീയതയും രൂക്ഷമായപ്പോ ഇത്രയും കാലം സുന്നി സമൂഹത്തിനെതിരെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ അവർ പരസ്പരം ഉന്നയിക്കുന്നു എന്ന് മാത്രമല്ല, ഒരു കാലത്ത് ശിർക്കാണ് എന്ന് പറഞ്ഞിരുന്ന, അനാചാരമാണെന്ന് പറഞ്ഞിരുന്ന, ജീർണതയാണെന്ന് പറഞ്ഞിരുന്ന, അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ അവർ തൗഹീദിന്റെ ഭാഗമായി സ്വയം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും കൗതുകരമായ സംഗതി. ഒരു കാലത്ത് അവർ പറഞ്ഞിരുന്നു ജിന്ന് എന്ന് പറഞ്ഞൊരു വിഭാഗമൊന്നുമില്ല, അത് ഈ ബൾബുകൾക്ക് മുമ്പിലൂടെ പാറിക്കളിക്കുന്ന ഈച്ചകളും പ്രാണികളൊക്കെയാണ്, അല്ലെങ്കിൽ ബാക്ടീരിയകളും വൈറസുകളൊക്കെയാണ്, അല്ലാതെ ജിന്ന് എന്ന് പറഞ്ഞ അങ്ങനെ പ്രത്യേക വിഭാഗം, അങ്ങനെ പരിഗണിക്കപ്പെടേണ്ട വിഭാഗമൊന്നുമില്ല. പതിറ്റാണ്ടുകളായി ഇത് പറഞ്ഞു നടന്ന ആളുകൾ തന്നെ, അവർക്കിടയിൽ തന്നെ ഇതിനെക്കുറിച്ച് ചില അഭിപ്രായങ്ങളും പുതിയ പുതിയ ഗവേഷണങ്ങൾ പുറത്തു വന്നപ്പോൾ ഒരു കൂട്ടർ പറയാൻ തുടങ്ങി, അങ്ങനെയൊന്നുമല്ല, ജിന്ന് എന്ന് പറഞ്ഞാൽ അവർ പരിഗണിക്കപ്പെടേണ്ട കാര്യപ്പെട്ട വിഭാഗം തന്നെയാണ്. അവർക്ക് പരോക്ഷമായി മനുഷ്യന് ഉപകാര ഉപദ്രവമൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷെ സഹായം സ്വീകരിക്കാൻ പാടില്ല, ശിർക്കാണ്. അപ്പൊ മൂന്നാമതൊരു കൂട്ടർ പറഞ്ഞ് ജിന്ന് എന്ന് പറയുന്ന വിഭാഗത്തിന് പരോക്ഷമായി സഹായം, ഉപദ്രവവും ഉപകാരവും ഒക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ അവിടെ സഹായം സ്വീകരിക്കാം, അത് തൗഹീദിന്റെ ഭാഗമാണ്. അപ്പൊ ജിന്നില്ല എന്നൊരു വിഭാഗം, ജിന്നുണ്ട് സഹായം സ്വീകരിക്കാൻ പാടില്ല എന്നൊരു വിഭാഗം, ജിന്നുണ്ട് സഹായം സ്വീകരിക്കാം അത് ശിർക്കല്ല, അത് തൗഹീദിന്റെ ഭാഗമാണ് എന്നൊരു വിഭാഗം. ഇതൊക്കെ മുജാഹിദ് വിഭാഗത്തിൽ നിന്ന് ഇങ്ങനെ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ വേറെ കൂട്ടർ വന്നിട്ട് പറയാണ്, ഇത്രയും കാലം നമ്മുടെ ഉസ്താദുമാരും തങ്ങന്മാരൊക്കെ മന്ത്രിച്ചൂതിരുന്നത്, അതിനെക്കുറിച്ച് എന്താ പറഞ്ഞിരുന്നത്? മന്ത്രം ശിർക്കാണ്, ദുർമന്ത്രവാദമാണ്, അന്ധവിശ്വാസമാണ്. ഒരു മൊയിലേരോ ഒരു തങ്ങളോ ഒരാളുടെ ശരീരത്തിലേക്കാണ് മന്ത്രിച്ചൂതി, അപ്പൊ രോഗം മാറുന്ന, അതൊക്കെ അന്ധവിശ്വാസമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിഹസിച്ചിരുന്ന ആളുകൾ, അവരിൽപ്പെട്ട ഒരു വിഭാഗം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മന്ത്രം അങ്ങനൊന്നുമല്ല, മന്ത്രം അത് ഒരുപാട് ഉപകാരങ്ങളുള്ളതാണ്, ഗുണകരമാണ്, അത് തൗഹീദിന്റെ ഭാഗമാണ്, അത് അന്ധവിശ്വാസമൊന്നുമല്ല. എന്നാ മന്ത്രി ചൂതുമ്പോ എന്റെ മര്യാദ കൂതണ്ടേ? മന്ത്രി ചൂതാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഇപ്പോൾ മന്ത്രി ചൂതാം എന്ന് പറയുന്ന ഒരു വിഭാഗം മുജാഹിദ് വിഭാഗത്തിൽ കടന്നു വന്നപ്പോ നമ്മുടെ ഉസ്താദന്മാരുടെ അടുത്തും തങ്ങന്മാരുടെ അടുത്തും മന്ത്രി ചൂതാൻ പോയമായിരുന്നില്ല. കാരണം ഇവർ നവോത്ഥാന പ്രസ്ഥാനക്കാരാണ്. നവോത്ഥാന പ്രസ്ഥാനക്കാരാകുമ്പോ മന്ത്രത്തിലും ഒരു നവോത്ഥാനമുണ്ടാകും. മന്ത്രി ചൂതാൻ ചെന്നാൽ ഇവർക്ക് ഈ മുജാഹിദ് മൗലവിമാർ മന്ത്രി ചൂതുമ്പോ മന്ത്രി ചൂതുന്ന മുജാഹിദ് മൗലവിക്ക് ഒരു പ്രധാനപ്പെട്ട ഷർത്തുണ്ട്. ഈ മന്ത്രി ചൂതുന്ന കാറ്റ് മന്ത്രിക്കപ്പെടുന്ന ആളുടെ ശരീരത്തിലേക്ക് മുഴുവനായിട്ട് എത്തിപ്പോണം. ഫാനൊക്കെ ഉണ്ടെങ്കിൽ കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പാറിപ്പോകാൻ പാടില്ല. അപ്പൊ മന്ത്രി ചൂതാം എന്ന് പറയുന്ന മുജാഹിദ് മൗലവിമാരുടെ പുതിയ കാഴ്ചപ്പാടനുസരിച്ചുകൊണ്ട് മന്ത്രി ചൂതാം, പക്ഷെ മന്ത്രി ചൂതുമ്പോ ഈ മന്ത്രി ചൂതുന്ന കാറ്റ് മുഴുവൻ മന്ത്രിക്കപ്പെടുന്ന ആളുടെ ശരീരത്തിലേക്ക് എത്തണം. ഈ ഷർത്ത് 100% പാലിക്കാൻ വേണ്ടി മന്ത്രി ചൂതാം എന്ന് പറയുന്ന മുജാഹിദ് മൗലവിമാർ ഇപ്പോൾ മന്ത്രി ചൂതിക്കൊണ്ടിരിക്കുന്നത് PVC പൈപ്പിലൂടെയാണ്. കാരണം കൃത്യമായിട്ട് ആ കാറ്റ് ശരീരത്തിലേക്ക് എത്തും. ഒരു കാലത്ത് അന്ധവിശ്വാസവും അനാചാരവും അപരിഷ്കൃതമായി ഈ സുന്നി സമൂഹത്തെ, പണ്ഡിതന്മാരെ ആക്ഷേപിച്ചുകൊണ്ട് തെരുവിൽ പരിഹസിച്ച് നടന്നിരുന്ന ആളുകൾ ഇപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. മന്ത്രി ചൂതാൻ പാടില്ല, അത് ശിർക്കാണ് എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഇപ്പൊ മന്ത്രി ചൂതാൻ തുടങ്ങിയിരിക്കുന്നു. രോഗിയുടെ അടുത്ത് പോയിട്ട് ആരെങ്കിലും ഏത് നാട്ടുവർത്തമാനവും ഏത് പരദൂഷണവും ഏത് രാഷ്ട്രീയ ചർച്ചയും നടത്തിയാൽ ഒരു കുഴപ്പമില്ല. ആരെങ്കിലും ഒരു സാധു ആ രോഗിയുടെ അടുത്തിരുന്നിട്ട് ആ രോഗം ശിഫയാകാൻ വേണ്ടിയിട്ട് അവിടെ ഒരു യാസീൻ ഓതിയാൽ അത് അന്ധവിശ്വാസം, അനാചാരം. ഒരു മരിച്ച മയ്യത്തിന്റെ അടുത്ത് പോയിട്ട് ആരെങ്കിലും ഖുർആൻ പാരായണം ചെയ്താലോ അതും വലിയ അന്ധവിശ്വാസമാണ്, അനാചാരമാണ്. ജീവിതകാലത്ത് അയാൾക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടില്ലേ, ഇനി മരണപ്പെട്ടതിന് ശേഷം അയാൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരിൽപ്പെട്ടൊരു വിഭാഗം ഇപ്പോൾ ഗവേഷണം നടത്തിയിട്ട് പറയാൻ തുടങ്ങിയിട്ടുണ്ട്, വർത്താനത്തിൽ ഏറ്റവും നല്ല വർത്താനം അത് അള്ളാന്റെ കലാമനല്ലേ, അതുകൊണ്ട് രോഗിയാണെങ്കിലും മയ്യത്താണെങ്കിലും അവിടെയൊക്കെ ഖുർആൻ ഓതലാണ് വളരെ പുണ്യകരമായ കാര്യം. ഞാനിത് പറഞ്ഞുകൊണ്ടിരി വരുന്ന കാര്യം, ഞാൻ പറയുന്നത് ഇവരൊക്കെയാണ് ഇവിടെ തൗഹീദ് പ്രചരിപ്പിക്കുന്ന ആളുകളെങ്കിൽ, ഇവരാണ് യഥാർത്ഥ ദീനിന്റെ വാക്താക്കളായി ചമഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടത്
ഇതൊക്കെ മുസ്ലിം സമൂഹത്തിനിടയിലെ ശാഖാപരമായ അല്ലെങ്കിൽ നിസ്സാരമായ അഭിപ്രായ വ്യത്യാസങ്ങളോ വീക്ഷണങ്ങളോ അല്ല. അടിസ്ഥാനപരമായി ഇസ്ലാമിന്റെ ആധാരശിലയായിട്ടുള്ള തൗഹീദുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇത്രയും കാലം പതിറ്റാണ്ടുകളായി മുസ്ലിം സമൂഹത്തിനിടയിൽ ഇത്തരത്തിൽ ഒരുപാട് സുഹൃതങ്ങളെയും നന്മകളെയും അതേപോലെയുള്ള ആചാരങ്ങളെയുമെല്ലാം ശിർക്കായി, അന്ധവിശ്വാസമായി, അനാചാരമായി മുസ്ലിം സമുദായം ഇത് ചെയ്യാൻ പാടില്ല, അത് മതത്തിൽപ്പെട്ടതല്ല, അത് അന്ധവിശ്വാസമാണ്, ജീർണതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമുദായം ഒരുപാട് ആചാരാനുഷ്ഠാന ക്രമങ്ങൾ നിർവഹിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ട് പിൽക്കാലത്ത് അതിനെക്കുറിച്ചൊക്കെ പുതിയ പുതിയ ബോധോദയം വന്നപ്പോ ഇനി അത് ചെയ്യാം, അത് പുണ്യകർമ്മമാണ്, അത് തൗഹീദിന്റെ ഭാഗമാണ് എന്ന് പ്രചരിപ്പിക്കുമ്പോ ഇതെല്ലാം അന്ധവിശ്വാസമാണ്, ഇതെല്ലാം ശിർക്കാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അങ്ങനെ വിശ്വസിച്ച് ഈ ആചാരങ്ങളെല്ലാം നിർവഹിക്കപ്പെടാതെ കേവലം നിസ്കാരവും നോമ്പും അവർ മുറിച്ചു വെച്ചിട്ടുള്ള കേവലം ചില ആരാധനാക്രമങ്ങൾ മാത്രം ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് മരണപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ജീവിച്ചു മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ഈ ആചാരങ്ങൾ നിർവഹിക്കപ്പെടാത്തതിന്റെ പേരിൽ, ഈ പുണ്യകർമ്മങ്ങൾ നിർവഹിക്കപ്പെടാത്തതിന്റെ പേരിൽ അവരുടെ കുറ്റങ്ങളും അവരുടെ പാപങ്ങളും അവരിതെല്ലാം ശിർക്കാണ് എന്ന് തെറ്റിദ്ധരിച്ചതിന്റെ പേരിൽ ഈ ഇന്നത്തെ മുജാഹിദ് നേതൃത്വം ഇത് തിരുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കാൻ നാളെ മഹ്ശറിൽ എത്തുമോ എന്ന് ഈ സമൂഹത്തോട് തുറന്നു പറയാൻ ബാധ്യസ്ഥരാണ്. മതസംഘടന എന്ന് പറഞ്ഞാൽ നാലാംകിട രാഷ്ട്രീയക്കാരെ പോലെ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ടവരല്ല. മതസംഘടന, മതപണ്ഡിതന്മാർ, മതനേതൃത്വം എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ ഈ വിശുദ്ധ ദീൻ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ കാലത്ത് അന്ന് എന്താണ് സ്വഹാബത്തിലൂടെ പഠിപ്പിച്ചു വെച്ചത്, താബീങ്ങളിലൂടെ പരമ്പരാഗതമായി മുസ്ലിം ഉമ്മത്തിന് കൈമാറ്റം ചെയ്യപ്പെട്ടു പോന്ന പ്രാമാണികമായ ആ ദീന് താൽപര്യങ്ങൾക്ക് വിധേയമായി ഈ ഉമ്മത്തിന്റെ ആചാരാനുഷ്ഠാന ക്രമങ്ങൾ ഇവിടുത്തെ പണ്ഡിതന്മാരുടെ ആഹ്വാനങ്ങൾക്കും താക്കീതുകൾക്കും വിധേയമായി ജീവിക്കാൻ ആവശ്യമായ ഒരു പശ്ചാത്തലം ഒരുക്കപ്പെടുകയും ആ പശ്ചാത്തലത്തിൽ അതിന്റെ ഭദ്രത തകർക്കാൻ, അതിന്റെ കെട്ടുറപ്പ് തകർക്കാൻ, അവർക്കിടയിൽ ശിഥിലീകരണം ഉണ്ടാക്കാൻ ഏതോ ഇസ്ലാമിന്റെ ശത്രു തയ്യാറാക്കിയ അജണ്ട അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരല്ല മതസംഘടനകൾ. മതനേതൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രമാണങ്ങൾക്ക് വിധേയമായി അള്ളാഹുവിനോട് ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി ജീവിക്കാനും അതനുസരിച്ചുകൊണ്ട് സമൂഹത്തെ പഠിപ്പിക്കാനും തയ്യാറാകുന്ന തഖ്വയുള്ള, പാണ്ഡിത്യമുള്ള, വറവുള്ള, അള്ളാഹുവിനെ എല്ലാ സമയത്തും എല്ലാ ചലനാവസ്ഥകളിലും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന സൂക്ഷ്മശാലികളായ പണ്ഡിതന്മാരാണ് മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം കൊടുക്കേണ്ടത്. അങ്ങനെ ഒരു നേതൃത്വത്തെ ഇന്നത്തെ കാലത്ത്, ഇന്നത്തെ സമകാലിക ചുറ്റുപാടിൽ മുസ്ലിം സമൂഹം അന്വേഷിക്കുമ്പോൾ അവസാനം എത്തിപ്പെടുന്ന ഒരേ ഒരു ഉത്തരം അതൊരു സംഘടനയാണെങ്കിൽ അത് സമസ്ത കേരള ജമിയത്തുൽ മാത്രമാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഇത് കേവലം നമ്മുടെ അവകാശവാദമല്ല, ഇത് കേവലം നമ്മുടെ അവകാശവാദമല്ല. മതപരമായ കാര്യത്തിലുള്ള തീർപ്പ് കൽപ്പിക്കപ്പെടേണ്ട ഏത് വിഷയം വന്നാലും നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇവിടെ ശംസുലമയെ കുറിച്ച് ധാരാളം പറഞ്ഞു, കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതേപോലെ സമസ്ത കേരള ജമിയത്തുലമയുടെ കഴിഞ്ഞുപോയ പണ്ഡിതന്മാരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇന്ന് പണ്ഡിത ലോകത്ത് ഇപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സംഗതികളുണ്ട്. കണ്ണിയത്ത് ഉസ്താദിന്റെ ഫത്വകൾ, ശംസുലമയുടെ ഫത്വകൾ, അതേപോലെ ഖുത്ബി തങ്ങളുടെ ഫത്വകൾ, മഹാരഥന്മാരായിട്ടുള്ള സമസ്ത കേരള ജമിയത്തുലമയുടെ മൺമറഞ്ഞു പോയിട്ടുള്ള ഓരോ പണ്ഡിതന്മാരുടെയും ഫത്വകൾ ഇന്നും പണ്ഡിത ലോകത്ത് ആലിമീങ്ങൾക്കിടയിൽ വലിയ ചർച്ചയാണ്. അതിനെ അവലംബമാക്കിക്കൊണ്ട് ഇന്നും വലിയ പഠനങ്ങളും ഗവേഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇന്നും സമസ്ത കേരള ജമിയത്തുലമക്ക് നേതൃത്വം കൊടുക്കുന്ന മഹാനായ ചെറുശ്ശേരി ഉസ്താദ്, അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ചെറുശ്ശേരി ഉസ്താദ് നൽകിയ ഫത്വകളെ കുറിച്ച് ഇന്നും പള്ളി ദർസുകളിൽ ശരീഅത്ത് കോളേജുകളിൽ ചർച്ച ചെയ്യപ്പെടുന്ന പണ്ഡിതന്മാരുണ്ടല്ലോ. കാരണം എന്താണ്? ആ ഫത്വകൾ എന്ന് പറഞ്ഞാൽ ഇന്നും പണ്ഡിത ലോകത്ത് അമൂല്യനിധിയായി കൊണ്ടു നടക്കുന്ന, ഗവേഷണങ്ങൾ നടക്കുന്ന, പഠനങ്ങൾ നടക്കുന്ന, അന്വേഷണങ്ങൾ നടക്കുന്ന വളരെ വിലപിടിപ്പുള്ള അമൂല്യമായ വിജ്ഞാനത്തിന് ശേഖരമാണ് എന്ന് നമുക്ക് തിരിച്ചറിവുള്ളതാണ്. മുജാഹിദ് നേതാവ് AP അബ്ദുൽ ഖാദർ മൗലവിയുടെ ഫത്വകൾ ഗവേഷണം നടത്തുന്ന ഏതെങ്കിലും ഒരു മുജാഹിദ് കോളേജ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ നൽകിയ ഫത്വയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ഏതെങ്കിലും ഒരു ചർച്ചാവേദി, ഒരു പണ്ഡിതവേദി നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? സമസ്ത കേരള ജമിയത്തുലമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലും അതിന്റെ അയൽ സംസ്ഥാനങ്ങളിലെ ഇതേപോലെയുള്ള കുറച്ചു മഹല്ലുകളൊക്കെ മാത്രം ബാധിച്ചു കഴിയുന്ന ചെറിയൊരു സംഘടനയാണ്. എന്നാൽ സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ നാക്കിൻ തുമ്പിലാണ് എന്ന് അവകാശപ്പെടുന്ന അഖിലേന്ത്യാ സെക്രട്ടറി ജീവിതകാലത്ത് 10 വർക്ക് ചെയ്തിട്ടെന്ന് അറിയില്ല. പക്ഷേ അങ്ങനെ അദ്ദേഹം മതപരമായ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ എന്തെങ്കിലും ഒരു ചർച്ച ഇന്ന് ലോകത്ത് എവിടെയെങ്കിലും ആരെങ്കിലും ഇതുവരെ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ഒരു 500 ഏക്കർ തോട്ടം വാങ്ങിയത് പക്ഷേ ചർച്ചയായിട്ടുണ്ടാവും.
അല്ലെങ്കിൽ അതേപോലെയുള്ള സാമ്പത്തികമായ ഇടപാടുകൾ ചർച്ചയായിട്ടുണ്ടാവാം. മതപരമായ കാര്യത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നിടത്ത് വിശ്വാസി സമൂഹത്തിന്റെ അത്താണിയായി അവലംബമായി ഇന്നും വൈജ്ഞാനിക ലോകത്ത്, പണ്ഡിത ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരുടെ തീർപ്പുകളാണ്, അവരുടെ ഫത്വകളാണ്, അവരുടെ മതപരമായ കാര്യത്തിലുള്ള അത്തരത്തിലുള്ള ഉപദേശങ്ങളും തീരുമാനങ്ങളുമാണ്. അതിന്റെ കാരണം എന്താണ്? സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം അതിലത്രയും അത് വിശ്വസ്തവും സത്യസന്ധവുമായ ഒരു വഴിയാണ് എന്ന തിരിച്ചറിവ് മുസ്ലിം സമൂഹത്തിനുണ്ട്. വർഷങ്ങൾക്ക് മുമ്പാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറയിലേക്ക് ഒരു കത്ത് വരികയാണ്. ഒരു ത്വരീഖത്തിനെ കുറിച്ച് അഭിപ്രായം ചോദിച്ചുകൊണ്ടാണ്. ആ ത്വരീഖത്താണെങ്കിലോ കേവലം കോഴിക്കോട് ജില്ലയിലെ ഒരു പഞ്ചായത്തിലെ 2-3 മഹല്ലുകളിൽ മാത്രം ബാധിക്കുന്ന, അവിടെ മാത്രം ചുറ്റിപ്പറ്റി ഒരു 10-200 ആളുകൾ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു ചെറിയ ത്വരീഖത്തിനെ കുറിച്ച്. അപ്പൊ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ 2-3 മഹല്ലുകളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ അത് അത്ര ഗൗരവത്തോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതില്ല. ആ കത്ത് കിട്ടുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് ഒരു പ്രാഥമികമായ അന്വേഷണം, പഠനം നടത്തിയിട്ട് പെട്ടെന്ന് തീരുമാനം കൊടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഷാവറയിലേക്ക് ആ ത്വരീഖത്തിനെ കുറിച്ച് സമസ്തയുടെ തീരുമാനം വേണം എന്ന് പറഞ്ഞുകൊണ്ട് കത്ത് വന്നപ്പോ ആ കത്ത് സമസ്തയുടെ കേന്ദ്ര മുഷാവറ യോഗത്തിൽ പരിഗണിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് മുഷാവറ യോഗത്തിൽ ചർച്ച ചെയ്തു. ആ ത്വരീഖത്തിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു പണ്ഡിത സമിതിയെ ചുമതലപ്പെടുത്തി. ആ സമിതി ഇതിനെക്കുറിച്ച് പഠിച്ച് അന്വേഷണ റിപ്പോർട്ട് തൊട്ടൊരു മുഷാവറയിൽ അവതരിപ്പിച്ചു. അവതരിപ്പിച്ചതിന് ശേഷം അവർ പറഞ്ഞു, ഈ സബ് കമ്മിറ്റി പഠന സമിതി, പണ്ഡിതന്മാരുടെ സമിതി പറഞ്ഞു, ഞങ്ങളുടെ അന്വേഷണത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ വീക്ഷണപ്രകാരം ഞങ്ങൾ ഈ ത്വരീഖത്തിനെ കുറിച്ച് അന്വേഷിച്ചു, ഞങ്ങൾ അതിനെക്കുറിച്ച് കൃത്യമായ പഠനം നടത്തിയതിന്റെ റിപ്പോർട്ട് ഇവിടെ സമർപ്പിക്കുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ വീക്ഷണപ്രകാരം ഇതൊരു വ്യാജ ത്വരീഖത്താണ്, ഇത് കള്ള ത്വരീഖത്താണ്. അതുകൊണ്ട് ഈ ത്വരീഖത്തിനെ ഇതൊരു വ്യാജ ത്വരീഖത്താണ് എന്ന് മുഷാവറ യോഗം പ്രഖ്യാപിക്കണം എന്നാണ് ഞങ്ങളുടെ ഈ പഠന സമിതിയുടെ അഭിപ്രായം എന്നുകൂടി അവിടെ അവതരിപ്പിച്ചു. സമസ്തയുടെ മുഷാവറയിൽ ആ പഠന സമിതിയുടെ റിപ്പോർട്ട് ചർച്ച ചെയ്യാണ്. എല്ലാ മുഷാവറങ്ങളും വളരെ സൗകര്യവും ആ വിഷയത്തെക്കുറിച്ച് ഒരു വാദപ്രതിവാദ വേദി പോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങളും സംശയങ്ങളും ഉന്നയിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് മുടിനാരിഴ കീറിയിട്ടുള്ള വളരെ ദീർഘമായ ഒരു ചർച്ച നടന്നു. ആ ചർച്ചകൾക്കൊടുവിൽ സമസ്തയുടെ മുഷാവറ യോഗത്തിലെ മുഴുവൻ പണ്ഡിതന്മാരും ഏകകണ്ഠമായി പ്രമാണങ്ങൾക്ക് വിധേയമായ ഒരു തീരുമാനത്തിലെത്താൻ പോകുന്നു, ഇത് വ്യാജ ത്വരീഖത്ത് തന്നെയാണ്, ഇത് വ്യാജ ത്വരീഖത്താണ്. അതുകൊണ്ട് സമസ്തയുടെ ഈ മുഷാവറ യോഗം ഈ ത്വരീഖത്തിനെ വ്യാജമാണ് എന്ന് മുസ്ലിം സമൂഹത്തോട് പ്രഖ്യാപിക്കണം, ആ തീരുമാനം മുസ്ലിം സമുദായത്തെ അറിയിക്കണം എന്ന് തീരുമാനിക്കാനും വേണ്ടി ഏകകണ്ഠമായി അവിടെ തീരുമാനമെടുക്കുകയാണ്. ആ തീരുമാനം മിനിറ്റ്സിൽ എഴുതുന്നതിന് മുമ്പ് യോഗത്തിൽ അധ്യക്ഷനായ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന്റെ പരലോകത്ത് ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഉസ്താദ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് മുഷാവറ അങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇവിടെ ഒരു ത്വരീഖത്തിനെ കുറിച്ച് സംശയം ചോദിച്ചിട്ട് കത്ത് വന്നു. ആ കത്തിനെ പരിഗണിച്ചുകൊണ്ട് നമ്മളൊരു പഠന സമിതിയെ തീരുമാനിച്ചു. അവരതിനെക്കുറിച്ച് പഠിച്ച് ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആ റിപ്പോർട്ടിനെ അധികരിച്ചുകൊണ്ട് നമ്മൾ മുഴുവൻ ചർച്ച ചെയ്തു. ഇപ്പോൾ അതൊരു വ്യാജ ത്വരീഖത്താണ് എന്ന് നമുക്ക് ഏവർക്കും ബോധ്യമായിരിക്കുകയാണ്. എങ്കിലും ഞാനൊരു കാര്യം ചോദിക്കുകയാണ്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു വിഭാഗത്തെക്കുറിച്ച് അവർ പിഴച്ചവരാണ് എന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സമസ്തയിൽ വിശ്വാസമർപ്പിക്കുന്ന ഒരു മനുഷ്യനും പിന്നെ ആ ത്വരീഖത്തിലേക്ക് പോകില്ല. സമസ്തയിൽ വിശ്വാസമർപ്പിക്കുന്ന ആരെങ്കിലും അതിൽ പോയി പെട്ടിട്ടുണ്ടെങ്കിലോ അവിടെ ഈമാൻ രക്ഷപ്പെടുത്താൻ വേണ്ടി അവരെത്രയും പെട്ടെന്ന് അതിൽ നിന്ന് ഓടി രക്ഷപ്പെടും. അപ്പൊ വളരെ ഗുരുതരമായ, വളരെ പ്രധാനപ്പെട്ട, വളരെ ഗൗരവമേറിയിട്ടുള്ള ഒരു തീരുമാനമാണ് ഇവിടെ എടുക്കാൻ പോകുന്നത്. നമുക്കെല്ലാം ഇത് വ്യാജമാണെന്ന് ബോധ്യമാണ്. എങ്കിൽ പോലും സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ മുഴുവൻ മുഷാവറംഗങ്ങളോടുമായി യോഗാധ്യക്ഷൻ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഈ ത്വരീഖത്തിനെ വ്യാജമാണ് എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ഈ ചർച്ചയിൽ പങ്കെടുത്ത നമ്മളിൽ ആരെങ്കിലും ഒരാളെങ്കിലും അതിന്റെ പേരിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ വിചാരണ നേരിടുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്ന് യോഗാധ്യക്ഷൻ 3 തവണ മുഷാവറംഗങ്ങളോട് ചോദിച്ച് 3 തവണയും ഒരിക്കലുമില്ല നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രമാണങ്ങൾക്ക് വിധേയമായി നാം നടത്തിയ അന്വേഷണത്തിനും പഠനത്തിനും അനുസരിച്ചുകൊണ്ടാണ് നമ്മളത് വ്യാജമാണെന്ന് പറയുന്നത്, നമുക്ക് ഉറപ്പുണ്ട് എന്ന് 3 തവണ തിരിച്ച് ആവർത്തിച്ചുകൊണ്ട് ഉത്തരം ലഭ്യമായതിനു ശേഷമാണ് അത് വ്യാജമാണ് എന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രഖ്യാപിച്ചത്.
അപ്പൊ സമസ്ത കേരള ജമിയത്തിലും ഒരു കാര്യത്തിനെ നേരും നെറിയും തീരുമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-40 ആൾ യോഗം ചേർന്നുകൊണ്ട് അതിൽ ഭൂരിപക്ഷം ആളുകൾ അഭിപ്രായം പറയുന്നത് എന്താണ്, അതിലേറ്റവും ബഹളം വെച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ശബ്ദത്തിൽ ഏറ്റവും കൂടുതൽ വാചാലമായിട്ട് സംസാരിക്കുന്ന ആളുകൾ എന്താ പറയുന്നത് അതനുസരിച്ചുകൊണ്ട് കാര്യം തീരുമാനിക്കുന്ന ഒരു KPCC അല്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു സംഘടനാ സംവിധാനമല്ല സമസ്ത കേരള ജമിയത്തുലമ. അത് ദീനിന്റെ പ്രമാണങ്ങൾക്ക് വിധേയമായി മാത്രം ഉമ്മത്തിനോട് സംസാരിച്ച സംഘടനയാണ്. അതുകൊണ്ട് തന്നെ വളരെ അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും, ഈ 8.5 പതിറ്റാണ്ട് കാലത്തിനിടയിൽ ദീനുമായി ബന്ധപ്പെട്ട് സമസ്ത കേരള ജമിയത്തുലമ ഉമ്മത്തിനോട് പറഞ്ഞൊരു കാര്യം പിൽക്കാലത്ത് മാറ്റിപ്പറയേണ്ടി വന്നു എന്ന് എതിരാളികൾക്ക് പോലും ആരോപണം ഉന്നയിക്കാൻ കഴിയാത്ത വിധം അത്രമേൽ സത്യസന്ധവും വിശുദ്ധിയും കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുലമ മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെ പ്രാമാണികമായി ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സമസ്ത കേരള ജമിയത്തുലമയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, മതപരമായ കാര്യത്തിൽ ഇത്രയും സൂക്ഷ്മത പാലിപ്പിക്കുമ്പോൾ ഇവിടെ ബിദായി പ്രസ്ഥാനക്കാരും വലിയ പുരോഗമനം ചമയുന്ന ആളുകളുമൊക്കെ സാധാരണ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു സംഗതിയുണ്ട്. ഇനി സമസ്തയുടെ പണ്ഡിതന്മാരൊക്കെ അങ്ങനെയാണെങ്കിൽ പോലും അവർ പൊതുവെ വിദ്യാഭ്യാസത്തിനെതിരാണ്. അവർ പണ്ട് ഇംഗ്ലീഷ് ഭാഷ ഹറാമാന്ന് പറഞ്ഞ ആളുകളാണ്. അവർ ഭൗതിക വിദ്യാഭ്യാസത്തിനെതിരാണ്. അവർ ഈ സമുദായത്തിന്റെ ഭൗതിക പുരോഗതിക്കെതിരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകൾ വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടത് മുസ്ലിം സമൂഹത്തിനിടയിൽ വിദ്യാഭ്യാസ കാര്യത്തിൽ സമസ്ത കേരള ജമിയത്തുലമക്ക് കൃത്യമായ ചില കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൗതികമായി എങ്ങനെയെങ്കിലും കുറെ വിദ്യാഭ്യാസം നേടുക എന്നതല്ല, മതപരമായ വിദ്യാഭ്യാസം നേടി ദീനുമായി ബന്ധപ്പെട്ട ആ വിദ്യാഭ്യാസം നേടി ദീനിയായ സംസ്കരണം ലഭ്യമാക്കിക്കൊണ്ട് ആ സംസ്കരണം നിലനിർത്തിക്കൊണ്ട് ആവശ്യമായ ഭൗതിക വിദ്യാഭ്യാസം നേടുക എന്നതാണ് സമസ്ത കേരള ജമിയത്തുലമയുടെ വിദ്യാഭ്യാസ സ്വഭാവം. അത് സമസ്ത കേരള ജമിയത്തുലമയുടെ വിദ്യാഭ്യാസപരമായ ഒരു കാഴ്ചപ്പാടാണ്. എന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജമിയത്തുലമ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം, സമുദായത്തിന് ആരോഗ്യകരമായ വിദ്യാഭ്യാസം നേടുക എന്ന കാര്യത്തിൽ സമസ്ത കേരള ജമിയത്തുലമക്ക് ഒരു പോരായ്മയോ അല്ലെങ്കിൽ അതിൽ ഒരു അഴകുടമ്പൻ കാഴ്ചപ്പാട് പോലുമില്ല. വിദ്യാഭ്യാസം നേടണം, പക്ഷേ മതപരമായ സംസ്കാരവും വിശ്വാസവും സംസ്കാരവും ആ ബോധവും നിലനിർത്തിക്കൊണ്ടുള്ള വിദ്യാഭ്യാസം മതി ഈ സമുദായത്തിന് എന്ന കാഴ്ചപ്പാടിൽ കണിശതയുണ്ട്. ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിദ്യാഭ്യാസ വിഷയത്തിൽ സമസ്ത കേരള ജമിയത്തുലമയും ഇവിടുത്തെ പരമ്പരാഗതമായ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരും വ്യത്യസ്തമായ കാഴ്ചപ്പാട് സ്വീകരിച്ചിട്ടുണ്ട്. ശരിയാണ്. കാരണം എന്താണ്? ബ്രിട്ടീഷുകാർ മുസ്ലിം സമുദായത്തെ കൂടി ഇവിടുത്തെ ബ്രിട്ടീഷ് അനുകൂലികളാക്കാൻ വേണ്ടിയിട്ടുള്ള പല തന്ത്രങ്ങളും അറിഞ്ഞ കൂട്ടത്തിൽ അവർ ഒരിക്കൽ ഇവിടെ വ്യാപകമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആവിഷ്കരിച്ചു. ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ലക്ഷ്യമായിട്ട് ബ്രിട്ടീഷുകാർ പറഞ്ഞു, ജന്മം കൊണ്ട് ഇന്ത്യക്കാരാണെങ്കിലും സംസ്കാരം കൊണ്ട് ബ്രിട്ടീഷുകാരാക്കലാണ് ഞങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു. ലോർഡ് മെക്കാളോ പോലെയുള്ള ബ്രിട്ടീഷ് വിദ്യാഭ്യാസ വിദഗ്ധന്മാർ പറഞ്ഞു, ജന്മം കൊണ്ട് ഇന്ത്യക്കാരാണെങ്കിലും അവരൊക്കെ നമ്മളെ സ്കൂളിൽ കൊണ്ടുപോയി പഠിപ്പിച്ചിട്ട് ക്രമേണ ബ്രിട്ടീഷ് അനുകൂലികളാക്കലാണ് ഞങ്ങളുടെ വിദ്യാഭ്യാസ ലക്ഷ്യമെന്ന്. സമസ്ത കേരള ജമിയത്തുലമയെ സംബന്ധിച്ചിടത്തോളം, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും ദീനിയായ പഠനം ലഭ്യമായി, മതബോധമുണ്ടായി, മതപരമായ സംസ്കാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ സംസ്കാരം നിലനിർത്തിക്കൊണ്ട് ആവശ്യത്തിന് ഭൗതിക വിദ്യാഭ്യാസം നേടുക എന്ന കാഴ്ചപ്പാടാണ്. അതിനനുസൃതമായിട്ടുള്ള വിദ്യാഭ്യാസ സംവിധാനം സമസ്ത കേരള ജമിയത്തുലമ 100% ഈ സമൂഹത്തിൽ വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചു എന്നത് സമസ്ത കേരള ജമിയത്തുലമയുടെ മാത്രം ഒരു വലിയ അംഗീകാരമായിട്ട് ഇന്ന് കാണാൻ സാധിക്കും. ധാരാളം പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജിന്റെ കീഴിലുള്ള ജൂനിയർ കോളേജുകളിലൂടെ, നന്ദി ദാറുസ്സലാം അറബിക് കോളേജിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിലൂടെ, ദാർഹുദ ഇസ്ലാമിക് അക്കാദമി അതിന് യൂണിവേഴ്സിറ്റിയായി മാറി അതിന്റെ സ്ഥാപനങ്ങളിലൂടെ, വളാഞ്ചേരി മർക്കസു തർബിയത്തുൽ ഇസ്ലാമിയുടെ കേന്ദ്രമായി വാഫി സംവിധാനത്തിലൂടെ, നിരവധി ശരീഅത്ത് കോളേജുകളിലൂടെ, സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പള്ളി ദർസുകളിലൂടെയുമായി സമസ്ത കേരള ജമിയത്തുലമ വിഭാവനം ചെയ്യുന്ന വിദ്യാഭ്യാസ രീതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതവിദ്യാഭ്യാസം നേടുക. അത് കേവലം നിസ്കരിക്കാനും നോമ്പ് നോക്കാനും പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം മാത്രമല്ല, പ്രാമാണികമായി ദീനി വിദ്യാഭ്യാസം നേടി ആവശ്യത്തിന് ഭൗതിക വിദ്യാഭ്യാസം ലഭ്യമാക്കുന്ന ഇവിടുത്തെ അക്കാദമിക സമൂഹത്തിന് മുമ്പിൽ മികച്ചു നിൽക്കാൻ കഴിയുന്ന തലത്തിലേക്കുള്ള വിദ്യാഭ്യാസപരമായ വിപ്ലവം നടത്താൻ ഇവിടെ സമസ്ത കേരള ജമിയത്തുലമക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. ഇവിടെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകളുണ്ട്, ഞാൻ അവരെ ഒന്നും ആക്ഷേപിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം, സമസ്ത കേരള ജമിയത്തുലമ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ വിപ്ലവവും
മറ്റു വിഭാഗങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും സൗകര്യപൂർവ്വം ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ അറിയാം ആരാണ് മുസ്ലിം സമൂഹത്തിന്റെ ആരോഗ്യകരമായ വളർച്ച ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ വിപ്ലവം നടത്തി എന്നത്. വർഷങ്ങൾക്ക് മുമ്പാണ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് മുസ്ലിം സമൂഹത്തിനിടയിൽ ഈ ഗൾഫ് പണത്തിന്റെ സ്രോതസ്സൊക്കെ വളർന്നു വരുന്നതിന് മുമ്പാണ് മഹാനായ CH ഹൈദ്രോസ് മുസ്ലിയാർ, MM ബഷീർ മുസ്ലിയാർ, ഡോക്ടർ യു ബാപ്പുട്ടി ഹാജി, അള്ളാഹു അവരുടെ പരലോകത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ, സുന്നി മഹല്ല് ഫെഡറേഷന് കീഴിൽ മലപ്പുറം ജില്ലയിലെ ചമ്മാട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വിദ്യാഭ്യാസ പരീക്ഷണത്തിന് തുടക്കം കുറിക്കുകയാണ്. മഹാനായ ശംസുലമയുടെ പേരക്കുട്ടിയെപ്പോലും ചേർത്തുകൊണ്ട് ഒരു സ്ഥാപനം ആരംഭിച്ച് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തെക്കുറിച്ച് പരിചയപ്പെടുത്തിയത് അന്നും ഇന്നും പരിചയപ്പെടുത്തുന്നത് ഒരേ രീതിയിലാണ്. അവിടെ ഒരു വിദ്യാർത്ഥിയെ ചേർക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ 5ാം ക്ലാസ് പൊതുപരീക്ഷ പാസ്സാവണം. പ്രായം 11.5 വയസ്സിൽ അധികരിക്കാൻ പാടില്ല. മദ്രസ 5ാം ക്ലാസ് പാസ്സാവണം സമസ്തയുടേത്. ഈ കുട്ടിയുടെ പ്രായം 11.5 വയസ്സിൽ അധികരിക്കാൻ പാടില്ല. ഈ 2 യോഗ്യത അനുസരിച്ചുകൊണ്ട് കുട്ടികളിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നു, ഇന്റർവ്യൂ നടത്തുന്നു, പ്രവേശന പരീക്ഷ നടത്തുന്നു. അതിലേറ്റവും മികച്ച വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്ത് 12 കൊല്ലം ഈ കുട്ടികളെ പഠിപ്പിക്കുന്നു. അങ്ങനെ സമസ്ത ഇങ്ങനെ വിദ്യാഭ്യാസ പരീക്ഷണം തുടങ്ങിയപ്പോ ആ വിദ്യാഭ്യാസ പരീക്ഷണം തുടങ്ങി ഈ കുട്ടികൾക്ക് 11.5 വയസ്സിൽ ചേർത്ത കുട്ടികൾക്ക് 15 വയസ്സായി, 16 വയസ്സായി, 17, 18 വയസ്സായി. പക്ഷേ ഈ കുട്ടികൾക്ക് SLC പരീക്ഷയോ ഹയർ സെക്കൻഡറി പരീക്ഷയോ ഇതൊന്നും എഴുതിപ്പിക്കുന്നത് കാണുന്നില്ല. അപ്പൊ ഇവിടെ കുറെ ആളുകൾ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. കണ്ടോ, ഈ സമസ്ത, ഈ പരമ്പരാഗതമായ പണ്ഡിതന്മാർ, ഈ മൗലിയാക്കന്മാർ ഇനി ഈ സമുദായത്തെ കാളവണ്ടി യോഗത്തിലേക്ക് കൊണ്ടുപോവാണ്. ഈ കുട്ടികൾക്ക് SLC പരീക്ഷ പോലും എഴുതിപ്പിക്കാൻ അവകാശമില്ല. ഈ കുട്ടികൾക്ക് ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ ഇവർ വലിയ സമന്വയ വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സമുദായത്തെ ഇനിയും ഇതാ പുറകോട്ട് വലിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ആക്ഷേപവും പരിഹാസമൊക്കെ ആയിട്ടൊരു വിഭാഗം പ്രചരണത്തിനിറങ്ങി. പക്ഷേ സമസ്തയുടെ ആലിമീങ്ങൾ ആ പ്രചരണത്തെ ഒന്നും ചെവിക്കൊള്ളാതെ ഈ വിദ്യാഭ്യാസ സംവിധാനത്തിലൂടെ എന്ത് ലക്ഷ്യമുദ്ദേശിച്ചോ അവർ ആ വഴി തന്നെ മുന്നോട്ട് പോയി. നമ്മുടെ കുറെ രക്ഷിതാക്കന്മാർ തന്നെ ഇവരുടെ ചില ഈ ബഹളത്തിലും പ്രചരണത്തിലൊക്കെ കുടുങ്ങിയിട്ട് അവർ തന്നെ ചിന്തിക്കാൻ തുടങ്ങി. ശരിയാണ്, SLC പരീക്ഷ എഴുതിയിട്ടില്ലെങ്കിൽ, SLC പരീക്ഷ എഴുതിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതിയിട്ടില്ലെങ്കിൽ അതൊക്കെ വലിയൊരു കുറവല്ല ഈ കാലത്ത്. വെറും പള്ളിദർസിൽ പഠിച്ചാൽ മതിയോ, വെറും കിതാബോധിയോ മാത്രം മതിയോ, നമ്മുടെ കുട്ടികൾക്കൊന്നും കിട്ടൂലല്ലോ എന്നൊക്കെ മനസ്സിലാക്കി നമ്മുടെ ചില രക്ഷിതാക്കന്മാരൻ എന്ത് ചെയ്തു, മതി 5ാം ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ചാൽ മതി, 7ാം ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ചാൽ മതി, എന്നിട്ട് SLC പരീക്ഷ പൂർത്തിയാവട്ടെ, അങ്ങനെ ടെക്നിക്കൽ വിദ്യാഭ്യാസ രംഗത്തേക്ക് പോകാം, അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി പരീക്ഷ പാസ്സാവണം, അങ്ങനെ ഡിഗ്രി പരീക്ഷ പാസ്സാവണം, എൻട്രൻസ് കോച്ചിങ്ങിന് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു കൂട്ടർ അങ്ങനെയും പോയി. ഇതൊക്കെ കഴിഞ്ഞ് ഈ കുട്ടികളാണെങ്കിൽ ചമ്മാട് ദാൽഹുദയിൽ 12 വർഷം പഠിച്ച് പുറത്തിറങ്ങി. ഈ 12 വർഷം പഠിച്ച് പുറത്തിറങ്ങുമ്പോ ഈ ദാൽഹുദയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഹുദവി ബിരുദധാരിയുടെ കയ്യിൽ ആകെയുള്ളത് ഈ ഹുദവി ബിരുദത്തിന്റെ സർട്ടിഫിക്കറ്റ് മാത്രമാണ്. അവൻ SLC പരീക്ഷ എഴുതിയിട്ടുണ്ടോ? ഇല്ല. ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതിയിട്ടുണ്ടോ? അതും എഴുതിയിട്ടില്ല. ഡിഗ്രി പരീക്ഷ ഒന്നുമില്ല. എൻട്രൻസ് കോച്ചിങ്ങിന് പോയിട്ടുണ്ടോ? അങ്ങനെ ഒരു കോച്ചിങ്ങിനെ കുറിച്ച് തന്നെ കുട്ടികൾക്കറിയില്ല. അവരെ കയ്യിലാകെയുള്ളത് 12 വർഷം പഠനം പൂർത്തിയാക്കി മഹാനായ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ കയ്യൊപ്പുവെച്ച ഒരു ഹുദവി ബിരുദത്തിന്റെ സനത് മാത്രമാണ്. എന്നാൽ ഈ വിദ്യാഭ്യാസം പോരാ, ഇതുകൊണ്ട് മുസ്ലിം സമുദായത്തിന് എവിടെ എത്താൻ പാടില്ല എന്ന് പറഞ്ഞ് ദർസ് വിദ്യാഭ്യാസം മുടക്കി, ഇവിടെ പള്ളി ദർസുകൾ മുടക്കി, ഇവിടെ അറബി കോളേജുകൾ പരിഹസിച്ച് മദ്രസ വിദ്യാഭ്യാസം മുടക്കി, അങ്ങനെ കേവല ഭൗതിക വിദ്യാഭ്യാസ മേഖലയിലൂടെ വളർന്നു വന്ന് SLC പാസ്സായി, ഹയർ സെക്കൻഡറി പരീക്ഷ പാസ്സായി, ഡിഗ്രി പരീക്ഷ പാസ്സായി, എൻട്രൻസ് കോച്ചിങ് പാസ്സായി, അങ്ങനെ എല്ലാം പാസ്സായപ്പോ കുറെ ആളുകൾക്ക്, കുറെ കുട്ടികൾക്ക് ഒരു ഗൈഡൻസ് കിട്ടി. ഏതായാലും ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ, വിദ്യാഭ്യാസ രംഗത്ത് കുറച്ച് പുതിയ സാധ്യതകളൊക്കെ കിട്ടണമെങ്കിൽ ഡൽഹിയിൽ പോയാൽ, ഏതെങ്കിലും കേന്ദ്ര യൂണിവേഴ്സിറ്റികളിലൊക്കെ പോയിട്ട് പഠിച്ചാൽ അവിടെ പോയാൽ കൂടുതൽ വിദ്യാഭ്യാസം നേടാം എന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടികളൊക്കെ ജീവിതകാലത്ത് അവൻ പഠിച്ച എല്ലാ സർട്ടിഫിക്കറ്റുടെ ഭാണ്ഡവും പേറിയിട്ട് അവൻ ഡൽഹിയിൽ ചെല്ലുകയാണ്. ഡൽഹിയിൽ ചെന്ന് അവിടെ ചെന്നുകൊണ്ട് എൻട്രൻസ് പരീക്ഷയ്ക്ക് അവിടുത്തെ ഡൽഹി യൂണിവേഴ്സിറ്റികളിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ പ്രവേശന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ കുട്ടികൾ ക്യൂ നിൽക്കുമ്പോ ആ ക്യൂവിലുണ്ട് കുറെ മൊയ്ലിയർ കുട്ടികൾ നിൽക്കുന്നത്, അവിടെയുണ്ട് കുറെ മുസ്ലിം കുട്ടികൾ നിൽക്കുന്നുണ്ട്. ആ കുട്ടികൾ എവിടുന്ന് വന്നാൽ അവർ മംഗലാപുരത്ത് വന്നവരുണ്ട്, കണ്ണൂരിൽ നിന്ന് വന്നവരുണ്ട്, കോഴിക്കോട്ട് നിന്ന് വന്നവരുണ്ട്, മലപ്പുറത്ത് വന്നവരുണ്ട്. നിങ്ങൾ എവിടുന്ന് വരിക, നിങ്ങൾ എവിടുന്നാ പഠിച്ചതെന്ന് ചോദിച്ചാൽ അവർ ചമ്മാട് ദാൽഹുദി പഠിച്ചവരാണ്. അവിടെ കയ്യിൽ എന്താണുള്ളത്? ഹുദവി ബിരുദാണുള്ളത്. അപ്പൊ നിങ്ങൾ ഇവിടെ വന്നത്, ഇവിടെ ഞാൻ റിസർച്ച് ചെയ്യാൻ വന്നതാണ്, PG പഠനത്തിന് വന്നതാണ്, ഇവിടെ വലിയ വലിയ ഇതിന് വന്ന. അപ്പൊ നിങ്ങൾ SLC പോലും പാസ്സായിട്ടില്ല? ഇല്ല, SLC പാസ്സായിട്ടില്ല. ഡിഗ്രി പോയിട്ടുണ്ടോ? ഡിഗ്രി ഇല്ല. എൻട്രൻസോ ഒന്നും അറിയില്ല അവർക്ക്. ഇവരെ കയ്യിൽ ആകെയുള്ളത് എന്താ? ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ കയ്യൊപ്പിട്ട സനത് മാത്രം, ഈ ഹുദവി ബിരുദം മാത്രം. ഇന്ത്യയിലെ അക്കാദമിക ലോകം
മഹാനായ ചെറുശ്ശേരി ഉസ്താദ് കയ്യൊപ്പുവെച്ച ആ സനത് കൊണ്ട് മാത്രം ഇന്ത്യയിലെ അറിയപ്പെടുന്ന 7 സർവകലാശാലകളിലുള്ള ഉപരിപഠനത്തിനുള്ള തത്തുല്യ യോഗ്യതയായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി ഉസ്താദ് കയ്യൊപ്പുവെച്ച ആ സനത് ഇന്ത്യയിലെ അക്കാദമിക സമൂഹം ഇന്ന് അംഗീകരിച്ചു കഴിഞ്ഞു. ഇതിന് സമാനമായൊരു വിദ്യാഭ്യാസ വിപ്ലവം ഇവിടെ മറ്റാർക്ക് നടത്താൻ സാധിച്ചു? ഇവിടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടൊക്കെ പണ്ടുണ്ടായിരുന്നു. പണ്ട് കോഴിക്കോട്ട് ഒരു സ്ഥാപനത്തിന്റെ വാർഷികം നടക്കാറുണ്ട്. ഇപ്പൊ ആ സ്ഥാപനത്തിൽ വിദ്യാഭ്യാസം ഇല്ല. അവിടെ ഇപ്പൊ ഒരു ജലസേചന പദ്ധതിയാണ് ഇപ്പൊ കുറച്ച് 2-3 വർഷമായിട്ട് നടക്കാറുള്ളത്. അവിടെ ഇപ്പൊ വിദ്യാഭ്യാസം വിതരണം ചെയ്യുന്നില്ല. അവിടെ ഇപ്പൊ കൊല്ലം വെള്ളം വിതരണം ചെയ്യും. അങ്ങനെ വെള്ളം വിതരണം ചെയ്യുന്നതിന് മുമ്പ് ആ സ്ഥാപനത്തിന്റെ വാർഷികം നടക്കുമ്പോ ആരാണ് എന്ന് പറഞ്ഞിട്ട് ഒരാളെ പേര് പറയും. എന്നിട്ട് എന്താണെന്ന് പറഞ്ഞിട്ട് സ്ഥാപനത്തിന്റെ പേരും പറയും. ഇതാണ് ഒരു പ്രഭാഷണ വിഷയം. എന്നിട്ട് ആ സ്ഥാപനത്തിന് അങ്ങോട്ട് ഉയരങ്ങളിലേക്ക് പൊക്കി എങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വാനലോകത്തേക്ക് വരെ ആ സക്കാഫി ബിരുദമുണ്ടെങ്കിൽ എത്തിപ്പെടാം എന്ന രീതിയിൽ പ്രസംഗിച്ച് നടക്കും. പക്ഷെ അള്ളാന്റെ തൗഫീഖോടുകൂടി ഇത് എവിടെ എത്തിയിട്ടില്ല എന്ന് വളരെ കൃത്യമായിട്ട് പരിശോധിച്ചറിയാം. ഇന്ന് ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേറ്റ് ചെയ്ത ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥി 12 വർഷം പൂർത്തിയായി മഹാനായ ചെറുശ്ശേരി ഉസ്താദിന്റെ കയ്യൊപ്പുള്ള ഒരു ഹുദവി ബിരുദത്തിന്റെ സനത് കയ്യിലുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റി, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, മൗലാന ആസാദ് യൂണിവേഴ്സിറ്റി, ജാമിയ ഹംദർദ് യൂണിവേഴ്സിറ്റി, അതേപോലെ മദ്രാസ് യൂണിവേഴ്സിറ്റി, കൽക്കത്തയിലെ ആലിയ യൂണിവേഴ്സിറ്റി, ഇന്ത്യയിലെ 7 സർവകലാശാലകളിൽ ബിരുദാനന്ത ബിരുദ പഠനത്തിനും റിസർച്ചിനുമുള്ള ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ഉപരിപഠനത്തിനുള്ള തത്തുല്യ യോഗ്യതയായി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയുടെ കയ്യൊപ്പുള്ള ഈ ഹുദവി ബിരുദത്തിന്റെ സനത് മതി എന്ന തലത്തിലേക്ക് വിദ്യാഭ്യാസ രംഗത്ത് ഈ അക്കാദമിക സമൂഹത്തിന് മുമ്പിൽ ഈ യുവപണ്ഡിതന്മാർക്ക് ചെന്നുകൊണ്ട് നിങ്ങളുമായി അംഗം കുറിക്കാൻ ഞങ്ങൾക്കും യോഗ്യതയുണ്ട് എന്ന് പറയാവുന്ന അഭിമാനകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് മാത്രമാണ്. ഇത് അഹങ്കാരത്തിന്റെ ഭാഷയല്ല. പക്ഷേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും ചെയ്തിട്ടില്ല, അവർക്കൊന്നും അറിയില്ല, അവർക്ക് ലോകം തിരിയില്ല, അവർക്ക് കാഴ്ചപ്പാടില്ല എന്നൊക്കെ അന്ധമായി തെറ്റിദ്ധരിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ കണ്ണു തുറന്നുകൊണ്ട് കാണണം, ചെവി തുറന്നുകൊണ്ട് കേൾക്കണം എന്ന് മാത്രമേ വിനയാന്വിതമായിട്ട് പറയാനുള്ളൂ. മുസ്ലിം സമൂഹത്തിന്റെ ആരോഗ്യകരമായ ഉയർത്തെഴുന്നേൽപ്പിന് വിദ്യാഭ്യാസ രംഗത്താണെങ്കിൽ, മതരംഗത്താണെങ്കിൽ, രാഷ്ട്രീയ രംഗത്താണെങ്കിൽ, മഹല്ലുകളുടെ നവോത്ഥാനത്തിനാണെങ്കിൽ ഈ സമുദായത്തിന്റെ എല്ലാ മേഖലയിലുമുള്ള ഉയർത്തെഴുന്നേൽപ്പിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ മുന്നേറ്റങ്ങൾക്കും വിപ്ലവങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ വളരെ ചടുലമായി ഇന്നും പ്രവർത്തിക്കുന്ന അഭിമാനത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു സംഘടനാ സംവിധാനമായി മുസ്ലിം ഉമ്മത്തിന്റെ തണലായി അത്താണിയായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാറിയിരിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ കുറിച്ചാണെങ്കിലും കേരളത്തിൽ മറ്റേത് മതസംഘടനകളെ കുറിച്ചാണെങ്കിലും സമൂഹത്തിന് മുമ്പിൽ ഏതൊരു പ്രസ്ഥാനത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോഴും 2 കാര്യങ്ങളാണ് ഓരോരുത്തർക്കും പരിചയപ്പെടുത്താനുണ്ടാവുക. ഒന്ന്, ആ പ്രസ്ഥാനം വിഭാവനം ചെയ്യുന്ന ആദർശത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് പറയും. രണ്ടാമതായി ആ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ലീഡർഷിപ്പിനെ കുറിച്ച്, അതിന് നേതൃത്വത്തെക്കുറിച്ച് പറയും. ഇത് രണ്ടും അഭിമാനത്തോടുകൂടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഖാദിമീങ്ങളായ നമുക്ക് പറയാൻ കഴിയും. മൂന്നാം കാര്യം സമസ്ത ജംഇയ്യത്തുൽ ഉലമയുടെ ഖാദിമീങ്ങൾക്കായ നമുക്ക് മാത്രം പറയാനുള്ളതാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാനായ വരക്കൽ മുല്ലക്കോയ മുതൽ കഴിഞ്ഞു പോയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഓരോ പണ്ഡിതന്മാരും അവസാനത്തെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മോട് വിട പറഞ്ഞ മഹാനായ പാറന്നൂർ ഉസ്താദ് വരെയുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമീങ്ങൾ അവരുടെ അവസാന നിമിഷം അതിന് സാക്ഷ്യം വഹിച്ച അവരുടെ ശിഷ്യന്മാർ, സഹപ്രവർത്തകർ, കുടുംബപത്താദികൾ, അതേപോലെ അതുമായി ബന്ധപ്പെട്ട് രചിക്കപ്പെട്ട ചരിത്ര പുസ്തകങ്ങൾ ഇതാർക്കും നിഷ്പക്ഷമായി പരിശോധിച്ചാൽ അറിയാം. വരക്കൽ മുല്ലക്കോയത്തങ്ങൾ മുതൽ ഈ അവസാനം നമ്മോട് വിട പറഞ്ഞ മഹാനായ പാറന്നൂർ ഉസ്താദ് വരെ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ഈ ലോകത്തോട് വിട പറയുമ്പോ അവരുടെ ഇഷ്ടപ്പെട്ട അവരുടെ സഹപ്രവർത്തകരോടൊപ്പം, അവരുടെ ശിഷ്യന്മാരോടൊപ്പം അവരുടെ മുമ്പ് വളരെ പുഞ്ചിരിച്ചുകൊണ്ട് സുസ്മേരവതരായിക്കൊണ്ട് അവർ അക്ഷരശുദ്ധിയോടുകൂടി സ്ഫുടമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കലിമത്ത് തൗഹീദ് അക്ഷരശുദ്ധിയോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ട് ആവർത്തിച്ചുച്ചരിച്ചുകൊണ്ടാണ് അവരൊക്കെ ഈ ലോകത്തോട് വിട പറഞ്ഞത് എന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഖാദിമീങ്ങളായ നമുക്ക് മാത്രം അവകാശപ്പെടാവുന്ന ഒരു സംഗതിയാണ്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ജീവിതകാലത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആ വഴിയിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ പ്രമാണങ്ങൾക്ക് വിധേയമായി മാത്രമാണ് ഈ ഉമ്മത്തിനോട് സംസാരിച്ചത്. അവരൊരിക്കലും ഖുർആനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല, ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടില്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി
അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് കളവ് പറഞ്ഞിട്ടില്ല. അവർ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാർക്കറ്റിലെ വിൽപ്പന ചരക്കാക്കിയിട്ട് അതിനെ കൊണ്ടു നടന്നിട്ടില്ല. ഒരിക്കലും മുസ്ലിം സമൂഹം കാത്തു സൂക്ഷിക്കേണ്ട ആദരവിനെയും ബഹുമാനത്തെയും കളഞ്ഞു കുളിക്കുന്ന ഒത്തുകേർന്ന് കൊടുത്ത ജീവിതകാലത്ത് ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രീതിക്ക് വിധേയമായി ദീനിന് വിധേയമായി മാത്രം ജീവിക്കാനും ആ സൂക്ഷ്മത പുലർത്താനും അവർക്കൊക്കെ സാധിച്ചു എന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഖാദിമ്യങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കൊക്കെ ആത്മവിശ്വാസം പകരുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സംഗതിയാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം. ഈ മുടിയും പൊടിയും തടിയും ഈ ചട്ടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് തന്നെയാണ് മഹാനായ പാറൻ ഉസ്താദ് നമ്മോട് വിള പറഞ്ഞത്. അതിനെക്കുറിച്ചൊക്കെ കൃത്യമായ കാഴ്ചപ്പാട് പാറൻ ഉസ്താദ് ഉണ്ടായിരുന്നു. അത് വ്യാജമാണെന്ന് പറഞ്ഞിരുന്നു. അത് കൃത്യമായ പ്രഖ്യാപനമുണ്ടായിരുന്നു. പാറൻ ഉസ്താദ് ഖാദിയായ മഹല്ലുകളിൽ അതിനെക്കുറിച്ച് കൃത്യമായ ഉത്ബോധനങ്ങൾ നടത്തിയിരുന്നു. ആ പാറൻ ഉസ്താദും മുഹറം 9-നും 10-നും സുന്നത്ത് നോമ്പ് നോറ്റു. നോമ്പിന് ശേഷം തൊട്ടടുത്ത വെള്ളിയാഴ്ച വളരെ ആരോഗ്യവാനായി അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള ജുമാഅത്ത് പള്ളിയിലേക്ക് ജുമാക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ഭക്ഷണം കഴിച്ച് വീട്ടിൽ വിശ്രമിക്കുമ്പോ പാറൻ ഉസ്താദ് തന്റെ മക്കളെ വിളിച്ചുകൊണ്ട് ഭാര്യയും മക്കളെയും വിളിച്ചുകൊണ്ട് എളുപ്പമായ അസുഖവുമില്ലാത്ത പ്രത്യേകമായ ക്ഷീണമനുഭവപ്പെടാത്ത എന്നാൽ എന്തിനൊക്കെ ഒരുങ്ങി പുറപ്പെട്ട ഒരാളെ പോലെ പാറൻ ഉസ്താദ് മക്കളെയും ഭാര്യയും അടുത്തേക്ക് കിടക്കത്തിൽ ആലം ഇന്ന മകനുള്ളതാണ്, പടിഞ്ഞാറ് ഭാഗത്തുള്ള സ്ഥലം ഇന്ന മകനുള്ളതാണ്. അങ്ങനെ ഓരോ ഉസ്താദിന്റെ ഉടമസ്ഥതയിലുള്ള ഫലത്വരൂപവും കാണിച്ചുകൊണ്ട് അതിനാലുള്ള മക്കൾക്കുള്ളതാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഉസ്താദ് അവസാനം പറഞ്ഞു, ഇതെന്റെ ഒരു അഭിപ്രായമാണ്, ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം കൂടിയാലോചിച്ചുകൊണ്ട് തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞു. മക്കൾ അത്ഭുതപ്പെട്ടു പോയി, ഭാര്യ സ്തംഭിച്ചു പോയി. എന്താണ് ഈ പറഞ്ഞു കേൾക്കുന്നത്? അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് പ്രത്യേകിച്ചൊരു സാഹചര്യമില്ലാതെ സ്വത്ത്, അനന്തരാവകാശ സ്വത്ത് അപ്പോൾ തന്നെ ഓഹരി വെച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു, വെള്ളിയാഴ്ച കഴിഞ്ഞു, ശനിയാഴ്ചയാകുന്നു. ശനിയാഴ്ച ആ വീട്ടിലിരിക്കുന്ന സമയത്ത് ഭാര്യയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കൊന്ന് നന്നായിട്ട് കുളിക്കണം, നീയും എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. രോഗിയായിട്ടുള്ള ഉസ്താദ് സാധാരണ കുളിക്കുന്ന സമയത്ത് ഭാര്യയും സഹായത്തിന് കൂട്ടാറുണ്ട്. അങ്ങനെ പാറൻ ഉസ്താദ് ശനിയാഴ്ച ദിവസം കുളിക്കുന്ന സമയത്ത് ഭാര്യയോട് കുളിക്കുന്ന സമയത്ത് പറയുന്നു, നീ ഏതായാലും എന്നെ കുളിപ്പിക്കല്ലേ, നന്നായിട്ട് സോപ്പ് തേച്ച് ഉരച്ചു കുളിപ്പിച്ചോ, ഇനി എന്നെ കുളിപ്പിക്കാൻ വേറെ ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്കൊരു പ്രയാസമുണ്ടാകണ്ടല്ലോ എന്ന്. ഇത് പറഞ്ഞു കേൾക്കുമ്പോ ശരീരത്തിലേക്ക് സോപ്പ് തേച്ചുകൊണ്ടിരിക്കുന്ന കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യയുടെ കൈ വിറച്ചുപോയി എന്ന് അദ്ദേഹത്തിന്റെ മകൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, എന്തൊക്കെയോ ഒരു മുന്നറിയിപ്പ് കിട്ടിയ ഒരാളെ പോലെ ഉസ്താദ് ഭാര്യയെ വിളിച്ചുകൊണ്ട് കുളിപ്പിക്കുമ്പോ ഭാര്യയോട് പറയാൻ, നീ എന്നെ ഏതായാലും കുളിപ്പിക്കുകയാണല്ലോ, സോപ്പ് തേച്ച് നന്നായി കുളിപ്പിച്ചോ, ഇനി മറ്റാരെങ്കിലും എന്നെ കുളിപ്പിക്കാമെന്നാൽ അവർക്കൊരു പ്രയാസമാകണ്ട, അതുകൊണ്ട് നന്നാക്കി വൃത്തിയായിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് കുളിപ്പിക്കുന്നു. ശനിയാഴ്ച കുളിപ്പിച്ചു. ഞായറാഴ്ച സുബഹി നിസ്കാരത്തിന് ശേഷം വീട്ടിലിരുന്നു കൊണ്ട് ഉസ്താദിന്റെ സാധാരണത്തെ ഔറാദുകളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് അദ്ദേഹം മക്കളെ വിളിച്ചുകൊണ്ട് പറയുന്നു, എനിക്ക് ശാരീരികമായി ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട്, ഒന്ന് ഡോക്ടറെ കാണിക്കണം. സാധാരണ കാണിക്കാറുള്ള കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിലെ ഡോക്ടറെ അടുത്ത് പോയിട്ട് അവിടെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. ഡോക്ടർ പറയുന്നു, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഡോക്ടർമാരൊക്കെ കുറവാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളെ പ്രാഥമികമായ പരിശോധന നടത്തിയപ്പോ കുഴപ്പമൊന്നും കാണുന്നില്ല, ഏതായാലും റൂമുണ്ടല്ലോ, കുറച്ചു സമയം വിശ്രമിക്ക്, ഞാൻ വാർഡിലൂടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം, ഒന്നുകൂടെ നമുക്ക് പരിശോധിക്കാമെന്ന് പറഞ്ഞു. രണ്ടാമത് ഡോക്ടർ വന്ന് തിരിച്ചു വരുന്നു, വീണ്ടും ഉസ്താദിനെ പരിശോധിക്കുന്നു. ഡോക്ടർ പറയുന്നു, ഒരു കുഴപ്പമില്ല, നിങ്ങൾ വിശ്രമിച്ച് സൗകര്യപൂർവ്വം തിരിച്ചു പോയിക്കൊള്ളൂ, ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നു. മക്കളെല്ലാം ചുറ്റുപാടും ഇരിക്കുന്നു. ഉസ്താദ് മലർന്നു കിടക്കുന്നു. ആശുപത്രിയുടെ കിടക്കയിൽ മലർന്നു കിടന്നുകൊണ്ട് എന്തൊക്കെയോ ഒരു പേപ്പറിൽ എഴുതിക്കൊണ്ടുവന്ന് 1, 2, 3 എന്ന രീതിയിൽ ഓരോന്നോരോന്ന് എഴുതിക്കൊണ്ടുവന്ന് വായിക്കുന്ന പോലെ. എന്നാൽ ഉസ്താദിന്റെ കയ്യിൽ അങ്ങനെ പേപ്പറൊന്നുമില്ല. വളരെ കൃത്യമായ ബോധത്തോടുകൂടി മക്കളോട് ഓരോരോ കാര്യങ്ങൾ, കൃത്യമായ ഉപദേശങ്ങൾ, കൃത്യമായ വസിയത്തുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. എല്ലാം പറഞ്ഞതിന് ശേഷം ഉസ്താദ് മലർന്നു കിടക്കുന്നു. അല്പം വെള്ളം കുടിക്കുന്നു. 4 or 5 തവണ അക്ഷരശുദ്ധിയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആ മക്കളൊക്കെ കേൾക്കുന്ന രീതിയിൽ വളരെ കൃത്യമായി സ്ഫുടമായി അക്ഷരശുദ്ധിയോടുകൂടി വളരെ പുഞ്ചിരിച്ചുകൊണ്ട് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുന്നു. മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ മുതൽ ഈ അവസാനം വിട പറഞ്ഞ മഹാനായ പാറൻ ഉസ്താദ് വരെയുള്ള പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെ അന്ത്യനിമിഷങ്ങൾ നമ്മൾ കേട്ടതാണ്. ശംസുലുമയുടെ അന്ത്യനിമിഷങ്ങൾ നമ്മൾ കേട്ടതാണ്. അതേപോലെ കാളമ്പാട് ഉസ്താദിന്റെ നമ്മൾ കേട്ടതാണ്. മാനമുസ്തയുടേത് നമ്മൾ ലക്ഷക്കണക്കിന് ആളുകൾ നേരിട്ട് കണ്ടതാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഓരോ പണ്ഡിതന്മാരുടെയും അവസാന നിമിഷങ്ങൾ അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജീവിതകാലത്ത് പുലർത്തിപ്പോന്ന ആദർശങ്ങളും നിലപാടുകളും അള്ളാഹുവിന്റെ പ്രീതിക്ക് വിധേയമായിരുന്നുവെന്ന് അവർ വിളിച്ചു പറഞ്ഞതല്ല, അവരനുയായികളായ നമ്മൾ വിളിച്ചു പറയുന്നതല്ല. അവർ
അവർ അത് മരണത്തിലൂടെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഈ സമൂഹത്തിന് കൂടുതൽ ഉത്ബോധനങ്ങളും ആത്മവിശ്വാസവും പകർന്നുകൊണ്ടിരിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു വിശ്വാസി അവസാനമായി ഉച്ചരിക്കുന്ന വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെങ്കിൽ ആ മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നല്ല പറഞ്ഞത്, ദഖലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു എന്നാ പറഞ്ഞത്. അവരെ പോലെ ജീവിക്കാൻ പരിശ്രമിക്കാനും അവരെ പോലെ അക്ഷരശുദ്ധിയോടുകൂടി സ്ഫുടമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഇഷ്ടമാണ് നമ്മുടെ മുഖത്ത് അവർക്കൊക്കെ നമ്മുടെ മുഖം വളരെ കൃത്യമായും വ്യക്തമായും കാണാവുന്ന രീതിയിൽ മരണപ്പെടാൻ അള്ളാഹു നമുക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും തൗഫീക്ക് നൽകി സൗഭാഗ്യം നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ ഈ വിനീതരെ കൂടി ഉൾപ്പെടുത്തണമെന്ന് വസിയത്ത് ചെയ്യുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.